അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിവിടെ എൻ്റെ ആദ്യത്തെ പണി ആരംഭിച്ചതാണ് യുകെയിൽ. അപ്പോൾ ഞാൻ ഇപ്പോൾ നിലവിലിപ്പോൾ ഒരു ഹോൾഡർ മാറ്റുക എന്നുള്ളതാണ്. ഒരു പെൻഡൻറ്റ് ഹോൾഡറാണ്, അത് ത്രെഡഡ് ടൈപ്പാണ് എൻ്റെ ലൈറ്റ് വരുന്നത്. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു വലിയൊരു ലൈറ്റ് റൂമിലുള്ള അത് മാറ്റിയിട്ട് നമ്മൾ അതിന് പകരം നമ്മൾ ഈ പെൻഡൻറ്റ് ഹോൾഡർ ഇടുക എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിലുള്ള റൂമിലിപ്പോൾ ആ വലിയ ലൈറ്റ് ആയതുകൊണ്ട് അതിന് ഭയങ്കര ഹീറ്റ് ആയതുകൊണ്ട് ഭയങ്കര ചൂടെടുക്കുന്ന പോലെയൊക്കെ ആയതുകൊണ്ട് നമ്മളത് മാറ്റിയിട്ട് ഈ ഒരു ഹോൾഡർ അവിടെ ഫിറ്റ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും നമുക്ക് സംഭവം എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണിപ്പോൾ ഇവിടെ വാങ്ങിയെടുത്ത ഹോൾഡർ എന്ന് പറയുന്നത്. ഒരു ഫാൻസി ലൈറ്റ്, നമ്മുടെ നാട്ടിലെ ഫാൻസി ലൈറ്റിൻ്റെ ഒരു പോലെ ആണിപ്പോൾ ഈ പെൻഡൻറ്റ് ഹോൾഡർ ഉള്ളത്. പക്ഷേ സാധാ ടൈപ്പിൽ വരുന്നതും ഉണ്ട്. പക്ഷേ അതിൻ്റെ ഈ ഒരു മോഡൽ എല്ലാത്തിനും സെയിമാണ് വരുന്നത്. ഇപ്പോൾ ഈ ഒരു ഗോൾഡ് കളറിൽ വരുന്നത് ഇതെല്ലാത്തിനും ഒരേപോലെ തന്നെയാണ് വരുന്നത്. താഴേക്ക് സാധാ നമ്മുടെ 3/4 വയറിൻ്റെ ഒരു രീതിയിലും വരുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ഫിറ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ ആദ്യം നമ്മളിത് സ്ക്രൂ അവിടെ ഫിറ്റ് ചെയ്യലാണ്. നല്ല നീളം വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തിട്ട് ചെറുതാക്കേണ്ടതുണ്ട്. ഇത് വലിയ ഫാൻസി പോലെ നല്ല മോളിൽ നിന്ന് നല്ല ഏകദേശം ഒരു 10-75 സെൻറ്റി നീളം ഇതിന് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ആദ്യമേ ഫിറ്റ് ചെയ്യണം. അപ്പം നമ്മളിത് സാധാ പോലെ തന്നെ ഫാൻസി ലൈറ്റിൻ്റെ പോലെ തന്നെ നമ്മൾ ചെറിയ ഒരു ഇതിൽ ലൂസാക്കി കഴിയുമ്പോൾ നമുക്കിത് മുകളിലേക്ക് വലിക്കാൻ കിട്ടും. അങ്ങനെ വലിച്ചിട്ട് നമുക്ക് എത്ര ലെങ്ത് നീളം വേണോ ആ അനുസരിച്ച് നമുക്ക് വയർ കട്ട് ചെയ്തെടുക്കാം. ആ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ കൂടെയൊക്കെ ഒരു കോട്ടിങ്ങും വരുന്നുണ്ട്. ഒരു പ്ലാസ്റ്റിക് അല്ല, എന്തോ ഒരു നൂലിൻ്റെ പോലെ ഒരു കോട്ടിങ്ങാണ് വരുന്നത്. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ സ്ലീവ് കളയാം. നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. നല്ല കോപ്പറാണ് കേട്ടോ ഉള്ളിൽ വരുന്നത്. നല്ല കോപ്പറും കാര്യങ്ങളാണ് നല്ല. അപ്പോൾ ഇനി നമുക്കെന്ന് വെച്ചാൽ ഇത് ഫിറ്റ് ചെയ്യാന്നുള്ളതാണ്. ഫിറ്റിങ്സ് ആണ് ഇനി വരുന്നത്. ഇതിപ്പോൾ നമ്മൾ മോളിൽ ഫിറ്റ് ചെയ്യാനായിട്ട് നമ്മളതിൻ്റെ 2 വാൾ പ്ലഗ് സ്ക്രൂവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ നമ്മൾ എങ്ങനെയാണെന്ന് നോക്കാം, നമുക്ക് അവിടുത്തെ സാഹചര്യം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നിലവിൽ ഇതാണിപ്പോൾ ആ ബൾബ് വരുന്നത്. ഇത് നല്ല വാട്ട്സ് കറണ്ട് എടുക്കുകയും ചെയ്യും. നല്ല ചൂടാണ് ഇതിന്. കാരണം ഇത് ഇടുമ്പോഴേക്ക് റൂം വല്ലാണ്ട് ഹീറ്റാണ്. അപ്പോൾ നമുക്കിത് നല്ല റിമൂവ് ചെയ്തെടുക്കാം. ഒരു 3 സ്ക്രൂ ആണ്. ഇത് 3 നമ്മൾ സ്ക്രൂ ഊരിയെടുക്കുക. വളരെ വലിയ വെയിറ്റ് എന്ന് പറയാനില്ല, എന്നാലും വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ ആദ്യം നമുക്ക് റിമൂവ് ചെയ്യാം. കണ്ടോ, ഇവിടുത്തെ ബൾബൊക്കെ ഒരു വെറൈറ്റി ബൾബുകളാണ്. അപ്പോൾ ഇപ്പോൾ ഈ ബൾബ് ഒക്കെ മാറണമെങ്കിൽ ഇതേ മോഡൽ തന്നെ വാങ്ങാൻ കിട്ടും. അത് നേരം കൊടുത്താൽ മാത്രം മതി. അപ്പം എല്ലാം ഒരു പഴയ സെറ്റപ്പ് പോലെയുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇത് നല്ല ഊരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്രെയിം കൂടി നമുക്ക് ഊരിയെടുക്കാം. ഓക്കെ, എൻ്റെ ഫ്രെയിം കൂടി നമ്മൾ ഊരിയെടുത്തിരിക്കുകയാണ്. ആണോ, അപ്പോൾ ഈ ഒരു കോലത്തിലാണ്. എല്ലാം ബോർഡാണ് വരുന്നത്. നമ്മളിവിടെ വല്ല സിമെൻറ്റ് മുകളിൽ വരുന്നില്ല. എല്ലാ വീടും തന്നെ ഓടിട്ട വീടുകളാണ് വരുന്നത്. ഓടിട്ട വീടുകളായതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇതേപോലത്തെ നമ്മുടെ ബോർഡാണ് മുകളിൽ സീലിംഗ് വരുന്നത് എല്ലാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഇത് വെക്കാനുള്ള ആ സംഭവം നമ്മൾ മുകളിൽ ഫിറ്റ് ചെയ്തു. അതിന് ശേഷം നമ്മൾ നമ്മൾ വയർ ജോയിൻ്റ് അടിക്കുകയാണ്. 3/4 വയറാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു വയറെടുത്തിട്ട് ലൈനിൻ്റെ ഒരു വയറെടുത്തിട്ട് നമ്മൾ ജോയിൻ്റ് അടിച്ചു. അടുത്ത ന്യൂട്രലിലും അതേപോലെ നമ്മൾ ജോയിൻ്റ് അടിക്കുക. കഴിഞ്ഞ് എർത്ത് വയർ നമുക്ക് മടക്കി വെച്ചിട്ട് ഒരു ടേപ്പ് അടിച്ചിട്ടാൽ മതി. ബോർഡായതുകൊണ്ട് നമുക്ക് വാൾ പ്ലഗിൻ്റെ ഒന്നും ആവശ്യമില്ല. നേരെ നമുക്ക് സ്ക്രൂ ചെയ്യുമ്പോൾ തന്നെ നമ്മളത് മുകളിൽ അത് ഫിറ്റ് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. അപ്പോൾ നമ്മൾ നേരെ അത് എളുപ്പം വെച്ചിട്ടുണ്ട്. മറ്റേതൊക്കെ ഇതിൽ വാൾ പ്ലഗ് വെച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ വലിയ ലൈറ്റ് വരുമ്പോൾ വെയിറ്റ് കൂടുന്നതുകൊണ്ട് ചിലപ്പോൾ പറഞ്ഞു പറയാം. ഇതിനൊന്നും പിന്നെ വെയിറ്റ് ഇല്ല, അതുകൊണ്ട് നമുക്കിത് മതി. അപ്പോൾ ഇതിന് വെക്കുന്ന പ്ലഗുകളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പൊടിഞ്ഞു പോരുമൊന്നുമില്ല. വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്കിത് മതി. അപ്പോൾ നമ്മളതെല്ലാം ജോയിൻ്റ് അടിച്ചിരിക്കുകയാണ്. ഇനി നമുക്കെല്ലാം ഇത് ജോയിൻ്റ് അടി പൂർത്തിയായി കഴിയുമ്പോൾ നമുക്ക് ഉള്ളിലേക്ക് ഇടാം. നമ്മൾ ഏറ്റവും മുകളിൽ ഇപ്പോൾ നമ്മൾ എർത്ത് വയറാണ് മടക്കി വെച്ചിട്ട് നമ്മൾ ടേപ്പ് അടിച്ച് വെക്കുന്നത്. അത് നമ്മൾ നേരെ ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് നമുക്ക് ഇനി ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇത് നേരെ ഉള്ളിലേക്ക് വെച്ചിട്ട് നമുക്കത് ക്ലോസ് ചെയ്യാം.
പിന്നെ സൈഡിലാണ് അതിൻ്റെ 2 സ്ക്രൂ വരുന്നത് ഈ ഫ്രെയിമിലേക്ക് ഘടിപ്പിക്കാൻ വേണ്ടി. അതിൻ്റെ കറക്റ്റ് ഹോളും കാര്യങ്ങളും റെഡിയാക്കി വെച്ച ശേഷം ആ ചെറിയ 2 സ്ക്രൂ നമ്മൾ സൈഡിൽ ഇട്ട് കൊടുത്തിട്ട് ടൈറ്റ് ആക്കുക. അതിലാണ് അത് നിൽക്കുന്നത്. ഇത് നേരെ സൈഡിൽ നിന്ന് 2 സൈഡിലും നമുക്ക് ആ സ്ക്രൂ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ 2 സൈഡിൽ നമ്മൾ ഇട്ട് കൊടുത്ത് ഞാൻ ഇവിടുത്തെ വീഡിയോയുടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. വീടുകളിലെ വയറിങ് എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഹൗസുകളിൽ വരുന്ന വയറിങ് എന്നുള്ളത് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ കാര്യങ്ങൾ കൂടുതൽ പറഞ്ഞുതരാം, ഇവിടുത്തെ സെറ്റപ്പ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒന്ന് ബൾബ് ഇട്ടിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട്. സംഭവമൊക്കെ ഓക്കെ ആണ്. അപ്പോൾ നമുക്ക് ബൾബ് ഇട്ട് നോക്കാം കേട്ടോ. ഇവിടെ ത്രെഡ് ടൈപ്പാണ് വരുന്നത്. ഇത് 9 വോൾട്ടിൻ്റെയാണ് കേട്ടോ വരുന്നത്, ഒറ്റ ബൾബ്. നേരത്തെ നമ്മൾ ഊരിയത് ഒരു ബൾബ് തന്നെ ഏകദേശം എനിക്ക് തോന്നുന്നു 40 വാട്ടിൻ്റെ അടുത്ത് വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ റെഡിയാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ ഇവിടുത്തെ കുറേ പുതിയ വീഡിയോകളുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.